ഇന്ന് പറയാൻ പോകുന്നത് ടാലിയിൽ എങ്ങനെയാണ് ബാങ്ക് റീകൺസിലിയേഷൻ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ബാങ്ക് റീകൺസിലിയേഷൻ ചെയ്താലുള്ള ഗുണങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമളനാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിംഗ് മലയാളം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ബാങ്ക് റീകൺസിലിയേഷൻ എങ്ങനെയാണ് ടാലിയിൽ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ മാനുവലായിട്ട് എങ്ങനെയാണ് റീകൺസിലിയേഷൻ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ടുള്ള പ്രോസസ്സ് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ടാലിയിൽ ചെയ്യൽ വളരെ എളുപ്പമാണ്. റീകൺസിലിയേഷൻ മാനുവൽ ചെയ്യലാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതി ആഡ് ചെയ്യേണ്ട ഫിഗേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് ലെസ് ചെയ്യേണ്ട ഫിഗേഴ്സ് ഒക്കെ ലെസ് ചെയ്ത്, അപ്പോൾ അതിൻ്റെ റൂള് മനസ്സിലാക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മാനുവലായിട്ട് തന്നെ ചെയ്യണം. അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ടാലിയിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് കണ്ടോളൂ. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ടാലിയിൽ റീകൺസിലിയേഷൻ ചെയ്യാനാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എന്താണ് റീകൺസിലിയേഷൻ എന്നുള്ളത് നോക്കാം. എന്താണ് ബാങ്ക് റീകൺസിലിയേഷൻ? ബാങ്ക് റീകൺസിലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിലെ ബാങ്കിന്റെ ലെഡ്ജർ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ബാങ്കിലും നമ്മളുടെ പാസ്ബുക്ക് ഉണ്ടായിരിക്കും, കമ്പനിയുടെ തന്നെ പാസ്ബുക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് ബാങ്ക് റീകൺസിലിയേഷൻ. അപ്പൊ ഇത് എല്ലായ്പ്പോഴും മാച്ച് ചെയ്തിട്ട് പോകണം, ഒരേപോലെ ആയിരിക്കും. അപ്പൊ നമ്മൾ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒക്കെ നമ്മൾ റീകൺസിൽ ചെയ്തിട്ട് കറക്റ്റ് ചെയ്യണം. പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ രണ്ടും മിസ്മാച്ച് ആകാറുണ്ട്. ചില കാരണങ്ങളെ കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പം നമുക്കത് എന്താണെന്നുള്ളത് നോക്കാം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കമ്പനിയിലെ ബാങ്ക് അക്കൗണ്ടും ബാങ്കിലെ പാസ്ബുക്കും വ്യത്യാസം വരുന്നത്? അപ്പം നമുക്ക് ബാങ്കിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും കിട്ടും. ആഴ്ചയിലാണെങ്കിലോ ഡെയിലി ഒരുപാട് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി തന്നെ റീകൺസിലിയേഷൻ ചെയ്യുന്ന ഫേമുകളുണ്ട്. അപ്പോൾ വീക്കിലി എങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും റീകൺസിൽ ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് പോകണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരുപാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതൊക്കെ ഫിഗേഴ്സ് ആണ് മിസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഡിഫറൻസ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് റീസൺസ് ഉണ്ട്. അപ്പോൾ ആദ്യം എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ചെക്സ് ആണ്. എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് ചെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു പാർട്ടിക്ക് ചെക്ക് ഇഷ്യൂ ചെയ്തു, എൻട്രി നമ്മളുടെ ബുക്കിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ടിനെ അത് അപ്പോൾ തന്നെ അഫക്റ്റ് ചെയ്തു. പക്ഷെ ഈ പാർട്ടി ചെക്ക് കൊണ്ടുപോയി ബാങ്കിൽ കൊടുക്കുക 2-3 ദിവസം കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിലെ ബുക്കും ബാങ്കിലെ പാസ്ബുക്കും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞെങ്കിൽ ചെക്ക് കളക്ഷൻ ഡിലേ ആണ്. അതായത് നമുക്കിപ്പോൾ ഒരു ചെക്ക് തന്ന ഉടനെ നമ്മൾ നമ്മുടെ ബുക്കിലെ എൻട്രി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഈ ചെക്ക് കളക്ഷന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് അത് ബാങ്കിലെ പാസ്ബുക്കിനെ അഫക്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഇതിന്റെ ഇടയിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും രണ്ടും ഡിഫറൻസ് കാണിക്കും. നെക്സ്റ്റ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ഡിസോണേഡ്. ചിലപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ചെക്ക് ചിലപ്പോൾ ഡിസോണർ ആവും. അപ്പോൾ ഡിസോണർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ എൻട്രി അപ്പൊ തന്നെ പാസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ബാങ്കിലേക്കാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ ബാങ്ക് ആയിരിക്കും ആദ്യം എൻട്രി ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ നോക്കിക്കഴിഞ്ഞാലും രണ്ടും വ്യത്യാസം കാണിക്കും. നെക്സ്റ്റ് റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഡിപ്പോസിറ്റ് ഇൻ ബാങ്ക്. ചില പാർട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെക്ക് ഡയറക്റ്റ് ആയിട്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ബാങ്കിലെ പാസ്ബുക്കിലാണ് എൻട്രി എഫക്റ്റ് ആവുള്ളൂ. നമ്മൾ ഈ കാര്യം അറിയുന്നത് 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ കമ്പനിയിലെ ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇനിയൊരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബാങ്കിൽ ഫിക്സഡ് പേയ്മെന്റിലെ ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ബാങ്ക് അത് ആ ഡേറ്റ് ആയി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അത് ചെയ്യും. ഇപ്പോൾ ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഒക്കെ നമ്മൾ തന്നെ ഇൻസ്ട്രക്ഷൻ കൊടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ കറക്റ്റ് ഡേറ്റ് ആയാൽ ബാങ്ക് അതിനുള്ള എൻട്രി അവിടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മളത് വിട്ടുപോയിട്ടുണ്ടാവും, കമ്പനിയിലെ ബുക്കിൽ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവും. ആ ഡേറ്റിൽ നോക്കിക്കഴിഞ്ഞാലും ഡിഫറൻസ് കാണിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ബാങ്ക് നമ്മുടെ ഡിപ്പോസിറ്റിന്റെ എമൗണ്ടിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. അപ്പോൾ ആ എൻട്രി ബാങ്ക് ചാർജ് ചെയ്യും. നമ്മൾക്ക് പിന്നീട് സ്റ്റേറ്റ്മെന്റ് കിട്ടുമ്പോൾ മാത്രമാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ മാത്രമാണ് നമ്മൾ ആ എൻട്രി കമ്പനിയുടെ ബുക്കിൽ പോസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിന്റെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാലും കമ്പനിയുടെ ബുക്കും ബാങ്കിലെ സ്റ്റേറ്റ്മെന്റും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഉള്ളതാണ് ബാങ്ക് ചാർജസ്. ബാങ്ക് നമ്മളുടെ ഡിപ്പോസിറ്റിന്റെ മുകളിൽ ചെറിയൊരു ചാർജ് ഈടാക്കും.
അപ്പോൾ അതിൻ്റെ എൻട്രി ഇതേപോലെ ബാങ്കാണ് ആദ്യം പോസ്റ്റ് ചെയ്യുക. നമ്മൾക്ക് പിന്നീട് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുമ്പോൾ മാത്രമാണ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്രയും ഡിഫറൻസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് രണ്ടും ഡിഫറൻസ് കാണിക്കാം. അപ്പോൾ ഈ ഡിഫറൻസുകളെല്ലാം കറക്റ്റ് ചെയ്ത് കാണിക്കുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് ബാങ്ക് റീകൺസിലിയേഷൻ എന്നുള്ളത്. നമുക്ക് ടാലിയിൽ എങ്ങനെയാണ് റീകൺസിൽ ചെയ്യുക എന്നുള്ളത് നോക്കാം. നമുക്ക് ടാലിയിൽ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് റീകൺസിൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഗേറ്റ് വേ ഓഫ് ടാലിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റിലെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കാം. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഉണ്ട്. നമ്മൾ ഡിസ്പ്ലേ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ റിപ്പോർട്ട്സിൻ്റെ അടിയിലാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ ഡിസ്പ്ലേ എടുത്തു. അതിലാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ അക്കൗണ്ട്സ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ അക്കൗണ്ട്സ് ബുക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ ക്യാഷ് ഓർ ബാങ്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ ബാങ്ക് അക്കൗണ്ട്സ് എടുത്തു. അപ്പോൾ ഇതിൽ എത്ര ബാങ്ക് ഉണ്ടെങ്കിൽ അതെല്ലാം കാണിക്കും. നമ്മൾ എത്ര ബാങ്കാണോ നമുക്കുള്ളത് അതെല്ലാം ഇവിടെ കാണിക്കും. ഇപ്പോൾ ഇവിടെ SIB ബാങ്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ SIB ബാങ്ക് സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് മന്തിലാണ് നമുക്ക് റീകൺസിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മന്ത് വൈസ് ആയിട്ട് കാണിക്കും. ഇപ്പോൾ മെയ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മെയ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റീകൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റൈറ്റിൽ ഒരു കീ കാണിക്കും, റീകൺസിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ റീകൺസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റീകൺസിൽ ചെയ്യാം. ഇനിയുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് എടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ എടുത്തു കഴിഞ്ഞെങ്കിൽ ഇവിടെ ബാങ്കിങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇവിടെ ബാങ്കിങ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിലെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാങ്ക് റീകൺസിലിയേഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ ബാങ്ക് റീകൺസിലിയേഷൻ നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ ബാങ്കിൻ്റെ പേര് കാണിക്കും. ഇവിടെ ബാങ്ക് എടുത്തു കഴിഞ്ഞെങ്കിൽ ഇങ്ങനെ നമ്മൾക്ക് റീകൺസിലിയേഷൻ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാങ്കിൻ്റെ റീകൺസിലിയേഷൻ ചെയ്യാം. നമുക്ക് ഫസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡിസ്പ്ലേ സെലക്ട് ചെയ്തിട്ടെടുത്തു. അക്കൗണ്ട്സ് ബുക്ക് എടുത്തു. ഇവിടെ ക്യാഷ് ഓർ ബാങ്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ബാങ്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. SIB ബാങ്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ഏപ്രിൽ സെലക്ട് ചെയ്തിട്ട് മെയ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇനി നമുക്ക് റീകൺസിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റിലൊരു കീ പറഞ്ഞില്ലേ, Alt R അടിച്ചാൽ മതി, റീകൺസിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റീകൺസിലിയേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കണം, ബാങ്കിലെ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് വീക്കിലിയോ മന്ത്ലിയോ ഈവൻ ഡെയിലി വേണമെന്നുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് കിട്ടും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇതെന്ന് പറയുന്നത് കമ്പനിയിലെ ലെഡ്ജറാണ്. ഇനി ബാങ്കിലെ സ്റ്റേറ്റ്മെന്റുമായിട്ടാണ് നമ്മൾ റീകൺസിൽ ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് Alt R അടിച്ചു കഴിഞ്ഞാൽ റീകൺസിൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇവിടെ താഴത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇവിടെ ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 6,15,000 കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ക്രെഡിറ്റിലെ ബാലൻസ് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ 2,28,000 ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ 3,87,000 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഡിപ്പോസിറ്റ് ആണ്, ക്രെഡിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ അവിടെ വിഡ്രോവൽ ആണ്. എന്നാൽ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. അവിടെ ഡെബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെന്റ് ആണ്, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാലാണ് റെസിപ്റ്റ്. അപ്പൊ ഡിപ്പോസിറ്റ് വിഡ്രോവൽ എന്ന് പറഞ്ഞിട്ടാണ് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കുക. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ഇവിടെ ഡെബിറ്റ് പറഞ്ഞാൽ അത് ഡിപ്പോസിറ്റ് ആണ്, ക്രെഡിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ അത് വിഡ്രോവൽ ആണ്. അപ്പോൾ ഇവിടെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണിക്കും ക്ലോസിംഗ് ബാലൻസ് പറഞ്ഞിട്ട് ഇവിടെ 3,87,000 ആണ്. ഇതിന്റെ ഡിഫറൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് റീകൺസിൽ ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ Alt R പ്രസ് ചെയ്തു, റീകൺസിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റീകൺസിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും ബാങ്ക് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം ഇവിടെ അഡീഷണൽ ആയിട്ട് വരും. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. ഇപ്പം നമ്മുടെ കയ്യിലെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. ഇത് ബാങ്കിന്റെ നമ്മുടെ കമ്പനിയിലെ ലെഡ്ജറാണ് ഈ പറയുന്നത്. അപ്പോൾ നമുക്ക് റീകൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡേറ്റ് ഉണ്ടായിരിക്കും, പർട്ടിക്കുലേഴ്സിൽ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഉണ്ടായിരിക്കും, പേയ്മെന്റ് ഉണ്ടായിരിക്കും, ട്രാൻസാക്ഷൻ ടൈപ്പ്, ചെക്ക് എന്താണ്, ഇൻസ്ട്രുമെന്റ് നമ്പർ, നമുക്ക് ചെക്കിലെ നമ്പറുകൾ ഇവിടെ ഉണ്ടായിരിക്കും. നമ്മൾ ചെക്കിലെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ നമ്പറുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് ഡേറ്റ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമുക്ക് ബാങ്ക് ഡേറ്റ് എന്നുള്ളടത്ത് ഇപ്പോൾ നമ്മൾ ഈ എൻട്രി റീകൺസിൽ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇവിടെ നോക്കുക. ഇപ്പൊ ഡ്രോയിങ്സിലെ പേയ്മെന്റ് 5,000 കൊടുത്തിട്ടുണ്ട്, ഇത് കമ്പനിയുടെ ലെഡ്ജറിൽ കൊടുത്തിട്ടുണ്ട്. ഈ എമൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഈ എമൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കറക്റ്റ് ആണ് എന്നാണ് അർത്ഥം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ബാങ്ക് ഡേറ്റ് എന്നുള്ളടത്ത് ബാങ്കിലെ ഡേറ്റ്, സ്റ്റേറ്റ്മെന്റിൽ എന്നാണോ ഈ എൻട്രി വന്നിരിക്കുന്നത് ആ ഡേറ്റ് ആണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്.
അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ബാലൻസ് ആസ് പെർ ബാങ്ക് എന്നുള്ളിടത്ത് ഒന്നും വന്നിട്ടില്ല. നമ്മളിവിടെ ഇപ്പോൾ ഈ ഡേറ്റ് അടിച്ചു കൊടുക്കുകയാണ്. ഈ ഫിഗർ സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബാങ്ക് ഡേറ്റ് എന്നുള്ളിടത്ത് സ്റ്റേറ്റ്മെന്റിലെ ഡേറ്റ് ആണ് അടിച്ചു കൊടുക്കേണ്ടത്. അത് എപ്പോഴും ഓർത്തിരിക്കണം. സ്റ്റേറ്റ്മെന്റിലെ ഡേറ്റ് ആണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ 1/5 വിചാരിക്കുക, 1/5 എന്നുള്ളത് അടിച്ചു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇവിടെ വന്നിട്ടുണ്ട് 5,000 എന്ന് പറഞ്ഞിട്ട്, ബാലൻസ് ആസ് പെർ ബാങ്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഡേറ്റ് അടിച്ചു കൊടുത്തിട്ടുള്ള ഫിഗേഴ്സ് ആണ് ഇവിടെ കാണിക്കുക. ഇനി നമ്മൾക്ക് അടുത്തത് നോക്കാം. അടുത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സൂര്യ ഡീലറിന്റെ നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. റെസിപ്റ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. എത്രയാണ്? 15,000 ഉണ്ട്. അത് ബാങ്കിലെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ഡേറ്റ് അടിച്ചു കൊടുക്കണം. സ്റ്റേറ്റ്മെന്റിന്റെ ഡേറ്റ് ആണ് ഇവിടെ. ഇനി ചിലപ്പോ ഈ ബാങ്കിന്റെ കമ്പനിയുടെ ലെഡ്ജറിൽ വന്നിട്ടുണ്ടായിരിക്കും. അതായത് ഇതാണല്ലോ കമ്പനിയുടെ ലെഡ്ജർ. നമ്മുടെ ലെഡ്ജറിൽ വന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റിൽ സ്റ്റേറ്റ്മെന്റിൽ അത് വന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ഡേറ്റ് അടിച്ചു കൊടുക്കാൻ പാടില്ല. രണ്ടിലും വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടെ ഡേറ്റ് അടിച്ചു കൊടുക്കാൻ പാടുള്ളൂ. കാരണം രണ്ടിലും വന്നു കഴിഞ്ഞാൽ മാത്രമല്ലേ ആ ഫിഗർ റീകൺസിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴല്ലേ അത് കറക്റ്റ് ആയിരിക്കുള്ളൂ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും. അപ്പൊ നമുക്കത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവിടെ അടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ റീസൺസ് ആയിരിക്കും. നമ്മൾ ചെക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് ബാങ്കിൽ വരാൻ താമസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് നോക്കിയിട്ട് വേണം അതിനനുസരിച്ച് റീകൺസിൽ ചെയ്യാൻ. അപ്പൊ ഈ 4,000 രൂപ എന്നുള്ളത് ഇപ്പൊ സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടില്ല എന്ന് വിചാരിക്കുക, നമ്മള് ഡേറ്റ് അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് എടുത്തു. നെക്സ്റ്റിലാണെന്നെങ്കിൽ നമ്മൾ കോൺട്രാ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് 6 lakh rupees. അപ്പൊ അത് സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുണ്ട്. അപ്പൊ സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡേറ്റ് അടിച്ചു കൊടുക്കുക. അപ്പൊ ഇത്രയാണ് മനസ്സിലാക്കാനുള്ളൂ. ടാലിയിൽ റീകൺസിൽ ചെയ്യുമ്പോൾ സ്റ്റേറ്റ്മെന്റില് എൻട്രി, നമ്മുടെ ബാങ്കിന്റെ ലെഡ്ജറിലുള്ള എൻട്രി സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റിലെ ഡേറ്റ് ആണ് അടിച്ചു കൊടുക്കേണ്ടത്. അതായത് രണ്ടിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റിലെ ഡേറ്റ് അടിച്ചു കൊടുക്കാം. എന്നാൽ സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? ഇവിടെ ഡേറ്റ് അടിച്ചു കൊടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇവിടെ ഡേറ്റ് അടിച്ചു കൊടുത്തു, 1/5 എന്നുള്ളത് അടിച്ചു കൊടുത്തു. ഈ എൻട്രിയും വന്നിട്ടുണ്ട്, 1/5 എന്നുള്ളത് അടിച്ചു കൊടുത്തു. ഇവിടെയും 1/5 എന്നുള്ളത് അടിച്ചു കൊടുത്തു. ഇവിടെയും 1/5 എന്നുള്ളത് അടിച്ചു കൊടുത്തു. അപ്പോൾ രണ്ടിലും വന്നിട്ടുള്ളതിനാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റിലെ ഡേറ്റ് അടിച്ചു കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടാണ് നോക്കിയത്. ലെഡ്ജറിലും വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡേറ്റ് അടിച്ചു കൊടുക്കുക. സ്റ്റേറ്റ്മെന്റിലൊരു എൻട്രി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് ഡേറ്റ് അടിച്ചു കൊടുക്കണ്ട. ഇനി ചിലപ്പോൾ നേരെ തിരിച്ച് സംഭവിക്കാം. സ്റ്റേറ്റ്മെന്റിൽ ഒരു എൻട്രി വന്നിട്ടുണ്ട്, അത് ലെഡ്ജറിൽ വന്നിട്ടില്ല. അങ്ങനെ സംഭവിക്കാം. അതെന്തായിരിക്കും? ബാങ്ക് ചാർജസും ഇൻട്രസ്റ്റും ആയിരിക്കും. അത് ബാങ്ക് ആണല്ലോ ആദ്യം ചാർജ് ചെയ്യുക. നമ്മൾക്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടുമ്പോൾ മാത്രമാണ് മനസ്സിലാവുള്ളൂ. അപ്പൊ ആ എൻട്രി ലെഡ്ജറിൽ ആഡ് ചെയ്യണം. നമ്മുടെ ലെഡ്ജറിൽ ആ എൻട്രി ആഡ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ഡേറ്റ് അടിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്കിപ്പോൾ ഇത്രയും ഡേറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് എൻറ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് നമ്മൾ ഇവിടെ എൻറ്റർ അടിച്ചു. അപ്പൊ ഇവിടെ കാണിക്കും ബാലൻസ് ആസ് പെർ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 4,12,000 എന്ന് പറഞ്ഞിട്ട് കാണിക്കും. നമ്മൾ ഇത് ജസ്റ്റ് എൻറ്റർ അടിച്ചു. ഇവിടെ ആക്സെപ്റ്റ് എസ് ഓർ നോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എൻറ്റർ അടിച്ചു. എൻറ്റർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇവിടെ റീകൺസിൽ ചെയ്തിട്ടുള്ള ഫിഗേഴ്സ് ആണ് ഇവിടെ കാണിക്കുക. ഇനി നമുക്കിപ്പോ സ്റ്റേറ്റ്മെന്റിൽ ആ എൻട്രി വന്നിട്ടുണ്ട്. ഇപ്പൊ ബാങ്ക് ചാർജസ് ആവാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആവാം. അപ്പൊ ആ എൻട്രി സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുണ്ട്, പക്ഷെ ലെഡ്ജറിൽ വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ കമ്പനിയുടെ ബുക്കിൽ ആ എൻട്രി വരുത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് വൗച്ചർ എൻട്രിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ വെച്ചിട്ട് നമുക്ക് ആ എൻട്രി ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ വെച്ചിട്ട് വൗച്ചറിലേക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ചിട്ട് Alt A പ്രസ് ചെയ്താണ്. Alt A പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് വൗച്ചറിലേക്ക് വരും. ഇനി ഏത് ഡേറ്റിലാണെങ്കിലും നമുക്ക് ആ എൻട്രി കൊടുക്കാം. ഇപ്പൊ ബാങ്ക് ചാർജസ് ആണെങ്കിൽ ബാങ്ക് ചാർജസ്. അപ്പൊ ഇവിടെ പേയ്മെന്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ വെച്ചിട്ട് Alt C അടിച്ചിട്ട് ബാങ്ക് ചാർജസ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ബാങ്ക് ചാർജസ് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 550 ആണ് ബാങ്ക് ചാർജസ് എന്നുണ്ടെങ്കിൽ 550 അടിച്ചു. 200 ബാങ്ക് കൊടുക്കാം. SIB ബാങ്ക് സെലക്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നേരിട്ടിട്ട് വരും. ഇപ്പൊ ആ എൻട്രി ഇവിടെ വന്നിട്ടുണ്ട്. 550 എന്ന് പറഞ്ഞുള്ള എൻട്രി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ രണ്ടിലും വന്നിട്ടുണ്ട്. ഇപ്പൊ ലെഡ്ജറിലും വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റിലും വന്നിട്ടുണ്ട്. അപ്പൊ രണ്ടിനും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡേറ്റ് അടിച്ചു കൊടുക്കണം. അപ്പൊ വീണ്ടും ഇവിടെ റീകൺസിൽ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ അതിന് ഡേറ്റ് അടിച്ചു കൊടുക്കാം. ഇപ്പൊ 1/5. അപ്പൊ അതിനടിച്ചിട്ടാണെങ്കിൽ ഇപ്പൊ ഇവിടെ
ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 4550 ആണ് ഇവിടെ എമൗണ്ട് നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഡേറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫിഗർ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നിന്ന് കുറയും. ഇപ്പോൾ 4000 ആയി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ബാലൻസ് ആസ് പെർ ബാങ്ക് എന്നുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 3,90,450 ആണ് വന്നിരിക്കുന്നത്. അതെന്താണ് ഡിഫറൻസ്? ഈ 4000 ആണ്. ഈ 4000 എന്നുള്ള എമൗണ്ട് മാത്രം ആണ് ഇപ്പോൾ റീകൺസിൽ ചെയ്യുന്നത്. ഇപ്പൊ ആ ഫിഗർ സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുണ്ട്. അപ്പൊ ലെഡ്ജറിലും സ്റ്റേറ്റ്മെന്റിലും വന്നിട്ടുള്ളതിന് മാത്രമാണ് ഇവിടെ ഡേറ്റ് അടിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ എമൗണ്ട് എന്താണെന്നുള്ളത് നോക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഇനി റീകൺസിൽ ചെയ്യേണ്ടത്. ചിലപ്പോൾ നമ്മളൊരു ഫിഗർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നെക്സ്റ്റ് മന്തിലാവും കളക്ഷന് പോവുക, ചെക്ക് ആയിട്ട് ചിലപ്പോൾ അത് നെക്സ്റ്റ് മന്തിലാവും ക്ലിയർ ആയിട്ട് വരുള്ളൂ. അപ്പൊ അത് നോക്കി കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ഡേറ്റ് അടിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ എൻട്രി ഈ എമൗണ്ട് കൂടി നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഡേറ്റ് അടിച്ചു കൊടുത്തു, 1/5 എന്നുള്ളത് അടിച്ചു കൊടുത്തു. നമ്മളിത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ക്ലോസിംഗ് ബാലൻസ് പറഞ്ഞിട്ട് 3,08,450 ആണ്. നമുക്ക് ഒന്നും കൂടി റീകൺസിൽ ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ബാലൻസ് ആസ് പെർ കമ്പനി ബുക്സ് എന്ന് പറഞ്ഞിട്ട് 3,86,450 ആണ്. ബാലൻസ് ആസ് പെർ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള എമൗണ്ട് ആണെങ്കിലും 3,86,450 ആണ്. അപ്പോൾ രണ്ടും ഇപ്പോൾ ഈക്വൽ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കിയിട്ട് വേണം റീകൺസിൽ ചെയ്യണമെങ്കിൽ. രണ്ടിലുള്ളതിന് ഡേറ്റ് അടിച്ചു കൊടുക്കുക. ലെഡ്ജറിലും ഉണ്ട് സ്റ്റേറ്റ്മെന്റിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡേറ്റ് അടിച്ചു കൊടുക്കുക. സ്റ്റേറ്റ്മെന്റിലെ ഡേറ്റ് ആണ് അടിച്ചു കൊടുക്കേണ്ടത്. ഇനി സ്റ്റേറ്റ്മെന്റിൽ എൻട്രി വന്നിട്ടുണ്ട്, അത് ലെഡ്ജറിൽ വന്നിട്ടില്ല, ബാങ്ക് ചാർജസും ഇൻട്രസ്റ്റും ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് Alt A അടിച്ചിട്ട് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ വൗച്ചറിൽ പോയിട്ട് ആ എൻട്രി നമുക്ക് ആഡ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.